ഇന്ന് കർക്കിടകം ഒന്നായതുകൊണ്ട് തന്നെ ഇന്ന് കാലത്തത്തെ കുറച്ച് വീഡിയോസുകൾ എടുക്കാമെന്ന് വെച്ചിട്ട് അപ്പം ഞാൻ ഇൻട്രൊഡക്ഷൻ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് പുറത്ത് നല്ല മഴ ആയതുകൊണ്ട് തന്നെ ഞാൻ പറയണതൊന്നും കേൾക്കണില്ല, മഴയുടെ ശബ്ദം കാരണം. അത് ഞാൻ എഡിറ്റ് ചെയ്യണ സമയത്താണ് കേട്ടോ ഞാനത് ശ്രദ്ധിക്കണത്. അപ്പം ഞാൻ വേണമെങ്കിൽ വലിയ കാര്യത്തിലേക്ക് ഇങ്ങനെ ഇൻട്രൊഡക്ഷനൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ എന്തായാലും വിചാരിച്ചു ഇങ്ങനെ വോയിസ് കൊടുക്കാമെന്ന്. അപ്പോൾ അതേ ഒരു 4 മണിയൊക്കെ ആയപ്പോഴായിട്ടാണ് ഞാൻ എഡിറ്റ് വന്നത്. അപ്പം ഇത്തിരി നേരത്തെ എണീറ്റിട്ടുണ്ട്. ഇന്നലെ കിടക്കുമ്പോഴും നല്ലോണം നേരം വൈകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് എണീറ്റ ഉടനെ പിന്നെ ഇത് കുറച്ച് പണികളുണ്ടായിരുന്നു. കാരണം ഇന്നലെ പാത്രമൊക്കെ കഴുകിയിട്ട് അങ്ങനെ തന്നെ വെച്ചിട്ട് കിടക്കുക ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇന്നലത്തെ കറിയൊന്നും പകർത്തി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ അത് എണീറ്റ ഉടനെ തന്നെ ഇതാക്കി കഴുകാൻ കൊടുന്നിട്ടു. പിന്നെ അത് കുളിക്കാൻ വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ എല്ലാവരുടെയും അവിടെയൊക്കെ ഒന്ന് ഒന്ന് ഇടുന്നുണ്ട് കേട്ടോ, സ്ലാബും കാര്യങ്ങളൊക്കെ. പിന്നെ നേരെ അടിച്ചു വാരി തുടയ്ക്കാനായിട്ട് ഞാൻ പോയത്. അപ്പം അടിച്ചു വാരി തുടച്ച് കുളിയൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ വെച്ചതിന് ശേഷം പോയിട്ട് എന്നിട്ട് എല്ലാം വെക്കാനായിട്ട് നിൽക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ അതേ എല്ലാവരുടെയും ഞാനിങ്ങനെ അടിച്ചു വരുന്നുണ്ട്. അടിച്ചു വാരി കഴിയുമ്പോൾ നേരെ ഞാൻ തുടയ്ക്കാനായിട്ട് നിന്നിട്ടു. അപ്പോൾ അതേ ഈ നേരത്തെ ജുഗുറും ചേട്ടനും നല്ല ഉറക്കാണ്. അവരിതൊന്നും അറിയണില്ല കേട്ടോ. അപ്പോൾ അതേ വേഗം എല്ലാവരുടെയൊക്കെ ഇതൊന്നും തുടച്ചിട്ട് ഞാൻ വേഗം പോയിട്ട് പല്ലേച്ച് കുളിച്ചു. പിന്നെ അതേ വിളക്ക് വെക്കാനാണ് നോക്കുന്നത്. അപ്പോൾ അതേ എല്ലായിടത്തും ലൈറ്റൊക്കെ കെടുത്തിട്ട് ഞാൻ വിളക്ക് കഴുകി വെച്ചിട്ടാണ് ഞാൻ കുളിക്കാൻ പോയത്. കാരണം നമ്മൾ തലേന്ന് വൈകുന്നേരം വിളക്ക് കത്തിച്ചിട്ട് അങ്ങനെ എടുത്ത് വെക്കാമല്ലോ ചെയ്തത്. അപ്പോൾ അതേ വിളക്കൊക്കെ വെച്ച് പിന്നെ ചന്ദനത്തിരിയൊക്കെ കത്തിച്ചിട്ട് കുറേ നേരം നിന്ന് പ്രാർത്ഥിക്കാൻ നേരമില്ല കേട്ടോ. കാരണം ഇത് കഴിഞ്ഞിട്ട് ഇനി അടുക്കളയിലത്തെ പണികൾ നോക്കില്ല. അപ്പം ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ നേരെ അടുക്കളയ്ക്ക് വന്ന് ചോറിനുള്ള വെള്ളമാട്ടോ ഞാൻ വെച്ചിരിക്കുന്നത് ഗ്യാസുമ്മ. പിന്നെ അതേ കാലത്തേക്ക് നൂലപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതേ അതൊക്കെ ഇങ്ങനെ കുഴയ്ക്കാനായിട്ട് നിന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് കറിക്കുള്ളത് അപ്പോൾ 2 ദിവസം പിന്നെ സാമ്പാർ വെച്ച കാരണം സാമ്പാർ വെക്കണില്ല എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ച് പരിപ്പും കുമ്പളങ്ങയും തക്കാളിയും മുരിങ്ങക്കായൊക്കെ കൂടിയിട്ട് ഇങ്ങനെ നാളികേരം അരച്ച് വെക്കാമെന്ന് വെച്ചു. അപ്പോൾ കറിക്കുള്ളതൊക്കെ ആക്കാനായിട്ട് ഞാൻ വേഗം നിന്നപ്പോൾ വീഡിയോ എടുക്കലും പിന്നെ നമ്മുടെ കാലത്തത്തെ പണികളൊക്കെ കൂടി ആകുമ്പോൾ നമുക്ക് തീരെ പറ്റില്ല കേട്ടോ. കാരണം നേരം പോണതേ അറിയില്ല. അപ്പോൾ ദേ അതൊക്കെ ഇതാക്കി വെച്ചിട്ട് പിന്നെ നേരെ നൂലപ്പം ഉണ്ടാക്കാനൊക്കെ നിന്ന്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടി ഇനി അമ്പലത്തേക്കും കൂടി പോകണം. അപ്പോൾ ദേ പഞ്ചസാരയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരെ പഞ്ചസാര ഇതൊക്കെ ഇതാക്കി വെച്ചു. പിന്നെ അപ്പോഴേക്ക് പരിപ്പൊക്കെ വേവിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നേരെ നൂലപ്പം ഉണ്ടാക്കാനായിട്ട് നിന്ന്. നൂലപ്പം ഉണ്ടാക്കി ഏകദേശം കഴിയാറായപ്പോൾ ഞാൻ അമ്പലത്തിൽ പോകാനായിട്ട് റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് ഇവിടെ കഷ്ണങ്ങളൊക്കെ ഞാൻ വന്നിട്ടാട്ടോ അരിഞ്ഞു വെച്ചിട്ട് ഇനി പോയത്. നാളികേരം ഞാൻ വരുമ്പോഴേക്കും ലജീഷനോട് ഞാൻ ചിരകി വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, അപ്പോഴേക്കും വിളിച്ചിട്ട്. അപ്പോൾ അതേ റെഡി ആയിട്ട് അമ്പലത്തിൽ പോകണം. അപ്പോൾ പോകണ നേരമായപ്പോൾ മഴ ഒന്ന് തോർച്ചുണ്ടായിരുന്നു. അപ്പോൾ ആതിരി ഉണ്ട് കേട്ടോ. അപ്പോൾ തുമ്പിക്ക് ഒരു 8 മണി 8:30 ആകുമ്പോഴേക്കും സ്കൂളിൽ വണ്ടി വരും എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നേരത്തെ ഒരു 6:30 ആയപ്പോഴേക്കും ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ടോ. അപ്പോൾ അമ്പലത്തേക്കൊക്കെ പോയി വേഗം കയറി തൊഴുത് പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഓരോ വർത്താനമൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വരികയാണ് കേട്ടോ. അപ്പോഴേക്കും സൂര്യനൊക്കെ ഇങ്ങനെ ഉദിച്ചു തുടങ്ങി. അപ്പം നമ്മൾ വിചാരിച്ചിരുന്ന എന്തായാലും വെയിലായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ തിരിച്ചു പോരാ കേട്ടോ, ഓരോ വർത്താനമൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ മഴയൊക്കെ പെയ്ത് തുറന്നതിന് ശേഷം നമ്മുടെ സ്ഥലമൊക്കെ കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. കാരണം നിറച്ച് പുല്ലും വെള്ളം ഇതൊക്കെ ആയിട്ട്. പിന്നെ അതേ നേരെ വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ വേഗം ഡ്രസ്സ് മാറിയിട്ട് പാല് മേടിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ പാലൊക്കെ മേടിച്ച് വന്ന് പിന്നെ നേരെ ഞാൻ കയറിയത് അടുക്കളയിലേക്ക് തന്നെയാണ്. ഇത് ബാക്കി പണികളുണ്ടല്ലോ, നമുക്ക് കൂട്ടാനൊന്നും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാളികേരമൊക്കെ ചിരകി വെച്ചിട്ടുള്ളൂ. അപ്പോൾ അതേ കൂട്ടാൻ വെക്കാനും പിന്നെ ബാക്കി നൂലപ്പും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കാനും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് പണികളുണ്ടായിരുന്നു. അപ്പോൾ ഇടയിലത്തെ വീഡിയോ ഒന്നും അങ്ങനെ കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല. കാരണം ഓൾറെഡി എന്നിട്ട് നമുക്ക് നേരം ഉണ്ടായിരുന്നില്ല. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്റ്റോറേജ് ഫുള്ളായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീഡിയോ കട്ടാവുന്നുണ്ടായിരുന്നു കേട്ടോ. അതും കൂടി കാരണം. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ജുഗുറുവിനെ ഇങ്ങനെ വിളിക്കുന്നുണ്ട് എണീക്കാൻ പറഞ്ഞിട്ട്. കാരണം ഒരു 10 വിളി വിളിച്ചാലാണ് എണീക്കുള്ളൂ. ഒരു 7:30 എണീക്കണം. എന്നാലും ആൾക്ക് 9:30 കേട്ടോ സ്കൂൾ വണ്ടി വരുള്ളൂ. എന്നാലാണ് ഒരു 7:30 എണീറ്റാലാണ് പമ്മി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് 9:30 സെറ്റ് ആവുള്ളൂ. അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ജുഗുറുവിനെ വിളിക്കുന്നുണ്ട്. പിന്നെ അതേ ഒഴിഞ്ഞ പാത്രങ്ങളൊക്കെ കഴുകാനായിട്ട് ഞാൻ അങ്ങനെ നേരെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ പാത്രങ്ങൾ ഒരു ലോഡ് കഴുകാനുണ്ടാവട്ടെ. കാലത്തത്തെ ഇതുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 3-4 ട്രിപ്പോളം ഞങ്ങളുടെ പാത്രം തന്നെ കഴുകിയാണ്ട് നേരെ പോവും. പിന്നെ അവനെ റെഡിയാക്കിയതിന് ശേഷം വേണം എനിക്ക് റെഡിയായിട്ട് ക്ലാസ്സിൽ പോകും. അപ്പം അങ്ങനെ ആകെ തിക്കും തിരക്കിലൊക്കെ ആയിരുന്നു നിന്ന്. അപ്പോൾ അതേ അടുക്കളയിലത്തെ ഏകദേശം പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ അവിടേക്ക് ഒന്ന് തുടച്ചിട്ടതാണ്. എന്നാലും അവിടേക്ക് ഒന്ന് ഇങ്ങനെ വീണ്ടും ഒരു 10 വട്ടമെങ്കിലും തുടച്ചില്ലെങ്കിൽ എനിക്കൊരു സമാധാനക്കേടാണ്. അപ്പോൾ അതേ എല്ലാവരുടെയും ഞാൻ നല്ലോണം ഇങ്ങനെ തുടയ്ക്കാനൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ.
അപ്പോഴേക്കും പിന്നെ ലജീഷേട്ടൻ എനിക്ക് കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾക്ക് പോകാൻ നേരമായപ്പോഴേക്കും അയാൾക്ക് ചായയൊക്കെ കൊടുത്തു. അപ്പോഴേക്കും ജുഗുറൂനെ എണീപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലജീഷേട്ടൻ നേരെ ചായ കുടിച്ചിട്ട് പോകാനായിട്ട് നിൽക്കുന്നത്. അപ്പോൾ പോകാൻ നിൽക്കുന്ന നേരത്ത് ഗംഭീര മഴയും പെയ്തു. അങ്ങനെ ആൾ പണിക്കാരെ കൊടുന്നാക്കാനായിട്ട് പോയിട്ട് പിന്നെ ഞാൻ വേഗം പോയിട്ട് ജുഗുറൂനെ കുളിപ്പിച്ച് അവന് പാലൊക്കെ കൊടുത്ത് അവിടെ ഇരുത്തി അവനെ കൊണ്ടുപോകാനുള്ള ചോറും കാര്യങ്ങളൊക്കെ ആക്കി ഇതുവഴിക്ക് വെച്ചു. എല്ലാം സെറ്റായതിന് ശേഷം ഞാനും ചായ കുടിക്കായിരുന്നു. കൈയുടെ കൂടെ അവനും ചായ കൊടുത്തുട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനി ഞങ്ങൾക്ക് റെഡി ആവേ ഉള്ളൂ പണിയൊക്കെ. അപ്പോൾ നേരെ അവന് യൂണിഫോമൊക്കെ ഇടിച്ചിട്ട് ഞാൻ നിർത്തുന്നുണ്ട്. അപ്പോൾ ഗുരു ഇങ്ങനെ സ്കൂളിലത്തെ ഓരോ വിശേഷങ്ങളായിട്ട് ഇങ്ങനെ പറഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ ഒപ്പം എപ്പം നിൽക്കണം അപ്പോഴൊക്കെ സ്കൂളിലത്തെ വിശേഷങ്ങൾ ഇങ്ങനെ പറഞ്ഞു നിൽക്കട്ടെ. അപ്പോൾ അവനെ ഏകദേശമൊക്കെ റെഡിയാക്കി. പിന്നെ മുക്കുറ്റിക്കുറി തൊടാനായിട്ട് മുക്കുറ്റിയായിട്ട് അരക്കണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ലജീഷേട്ടൻ പണിക്കാരെ കൊടുന്നാക്കിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലജീഷേട്ടൻ്റെ അടുത്താണ് ഞാൻ ഇങ്ങനെ നിന്ന് വർത്താനൊക്കെ പറയുന്നത്. അപ്പോൾ ജുഗുറൂനും കുറി തൊട്ട് കൊടുത്തു. പിന്നെ ചേട്ടൻ കുറി തൊടാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടനും വരച്ച് കൊടുത്തിട്ട് ചേട്ടൻ പിന്നെ പോവാന്ന് പറഞ്ഞിട്ട് ജുഗുറൂനും ഉമ്മയൊക്കെ കൊടുത്തിട്ട് അവരുടെ സ്നേഹപ്രകടനവും കാര്യങ്ങളൊക്കെ കേട്ടോ. ആ നേരം കൊണ്ട് ഞാൻ വേഗം പോയി ഡ്രസ്സ് മാറി ജുഗുറൂനെ വണ്ടിയിൽ കയറ്റി വിട്ടതിന് ശേഷം എനിക്കും അങ്ങനെ തന്നെ തരൂർക്ക് പോകാമല്ലോ എന്ന് വെച്ചു. അപ്പോൾ ഈ സമയമൊക്കെ ആയപ്പോഴേക്കും മഴ വീണ്ടും ഒന്ന് തോർന്നുണ്ടായിരുന്നു. അപ്പോൾ ജുഗുറൂൻ്റെ റെഡി ആവലും ഇതൊക്കെ കഴിഞ്ഞിട്ട് ജുഗുറു ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ മുറ്റത്തേക്ക് ഇറങ്ങി നിന്നിട്ട് കാരണം വണ്ടി അവിടെ പോയി വളച്ചിട്ടാണ് ഇങ്ങോട്ട് വരിക. അപ്പോൾ ആ നേരം നോക്കിയിട്ട് നമുക്ക് എന്നിട്ട് പോവാന്ന് വെച്ചിട്ട് ഞങ്ങൾ നിന്നാ. അപ്പോൾ ജുഗുറു ആണെങ്കിൽ സ്കൂളിൽ പഠിപ്പിച്ച പാട്ടൊക്കെയാണ് പാടി തരുന്നത്. അപ്പോൾ വണ്ടി അങ്ങോട്ട് പോയിന്ന് കണ്ടപ്പോൾ നമ്മൾ റോട്ടിലേക്ക് വന്നിരുന്നപ്പോൾ റോട്ടിലൊക്കെ നിറച്ച് വെള്ളമുണ്ട്. പിന്നെ അവനെ കയറ്റി വിട്ടിട്ട് ഞാൻ നേരെ എൻ്റെ ക്ലാസ്സിലേക്കാണ് കേട്ടോ വന്നത്. അപ്പോൾ നല്ല മഴ കിട്ടിയോണ്ട് തന്നെ വരുന്ന വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ക്ലാസ്സിലൊക്കെ വന്ന് എല്ലാവരും ഇരുന്നപ്പോൾ പുറത്ത് ഗംഭീര മഴ തന്നെയാണ് കേട്ടോ കർക്കിടകം 1 ആയിട്ട്. അപ്പോൾ കർക്കിടകം 1 ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളൂ കേട്ടോ. മറ്റൊരു വീഡിയോ